ഗൈസ്, എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിച്ച് നോക്കാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയ റോഡ് ബൈക്ക് ഉണ്ടായിരുന്നു. ആ ഒരു റോഡ് ബൈക്കിൽ ഇന്ന് നമ്മൾ ചെറിയൊരു റൈഡ് വന്നിരിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് കാണാം. ഞാൻ അധികം ഇതുമ്പോൾ മാലീസ് പിടിക്കണില്ല, കാരണം എനിക്ക് ഈ ഒരു ആംഗിളിൽ റൈഡ് ചെയ്തിട്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഇപ്പോഴും അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ബൈക്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. സോ ഞാൻ ചുമ്മാ ഇതായിട്ടൊരു ഫസ്റ്റ് റൈഡ് ഇറങ്ങിയതാണ്. സൈക്ലസിൻ്റെ എയറോ എന്നുള്ള ബൈക്ക് നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആക്ച്വലി താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ റിവ്യൂ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്പർ. കുറച്ച് പീസുകളുള്ളൂ ഇത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു റൈഡ് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ എത്തുന്നതേ ഉള്ളൂ കേട്ടോ. തൃശ്ശൂർ എത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങടാ പോകേണ്ടത് കേട്ടോ. എനിക്ക് നല്ല ഒരു പരിചയക്കുറവുണ്ട് കേട്ടോ ഇങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നെ, വണ്ടികൾ കുറവുള്ള കാരണം കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ബ്രേക്കിംഗ് ആയാലും അതിൻ്റെ ആ ഒരു പൊസിഷനൊന്നും റെഡി ആയി വരാത്ത കാരണം ചെറിയൊരു പേടി. നമ്മൾ MTV ഓടിച്ചോടിച്ചേ എന്നെ പോലെ അവിടെയോ ചേട്ടാ. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് പറ്റിയ കാർ ഓടിക്കുമ്പോൾ ഈ ജംഗ്ഷനൊക്കെ വരണ സമയത്ത് കാർ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്നത് പേടിയാട്ടാ. ഇത് ഓടിക്കുമ്പോൾ എനിക്ക് വരണത് ആ ഒരു പൊസിഷനായിട്ട് സ്യൂട്ട് ലൈക്ക് ഒരു പരിചയം ആവാത്ത കാരണം കേട്ടോ. അല്ലെങ്കിൽ ഓക്കെയാണ്. പെട്ടെന്നൊരു ജംഗ്ഷനൊക്കെ ഒരു ഇൻ്റർസെക്ഷനൊക്കെ വരണ സമയത്ത് പണിയാ. ഞാൻ ഗീർന്ന് മാറ്റിയിട്ട് കയറണം ഇനി. ചെപ്പാറ പോയാലോ എന്നാണ് കേട്ടോ. ചെപ്പാറ സ്ട്രാവ ഞാൻ ഉപയോഗിക്കാറില്ല, എല്ലാ ദിവസവും റൈഡ്. അതിൻ്റെ കൂടെ ഫോണിൻ്റെ ചാർജ് വേണ്ടി തീർക്കാൻ എനിക്ക് വയ്യ. ഇന്ന് നമുക്ക് ഇവിടെ നിന്നൊരു 18 കിലോമീറ്റർ. എൻ്റെ പൊന്നെ, എന്തായിരുന്നു അത്? യാറത് അറിയില്ല. ഓക്കെ, നമുക്ക് ഇത് കൊടുത്തിട്ടേ ആദ്യമായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സ്ട്രാവ ഞാൻ കൊടുത്തിട്ട് നമുക്ക് നേരെ ചെപ്പാറ വിടാം കേട്ടോ. ചെപ്പാറയ്ക്ക് നമുക്ക് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നമുക്ക് ചെയ്യാം. സ്പീഡ് ടെസ്റ്റും ചെയ്യാം, അതുപോലെ തന്നെ ഓട്ടോ പോസ്റ്റ് ഹൈഡ്. ഞാൻ കുറേ നാളായിട്ടാണ് കണ്ടോ ഇതൊക്കെയാണ്. ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇതുകളൊക്കെ വരണത് കേട്ടോ. ആക്ടിവിറ്റീസ് ഞാൻ കാട്ടിത്തരാം. ഈ സാധനം ഞാൻ ലാസ്റ്റ് എന്നാ ചെയ്തറിയാം, ജൂലൈ 21 ഒരു 126 കിലോമീറ്റർ മോർണിംഗ് റൈഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അന്നാണ് ലാസ്റ്റ് ചെയ്തത്. സ്ട്രാവ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു മാസമായി, ജൂലൈയിൽ എടുത്തതാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 4 മാസമായി ഞാൻ സ്ട്രാവ് ഉപയോഗിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ആക്ച്വലി ഇവിടുന്ന് നേരെ ചെപ്പാറ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കുറേ പേര് ആദ്യം സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. ചെപ്പാറ പോകാൻ നേരെ ആദ്യം ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ. ആ കാണാറുണ്ടോ? എന്താ പേര്? ഷമീലേ. ഓക്കെ, വ്ളോഗിൽ വരും. നമുക്ക് ഹൈവേന്ന് തിരിയാട്ടോ. ഹൈവേന്ന് തിരിഞ്ഞിട്ട് ആ വഴിയാണ് പോകേണ്ടത്. ഭാഗ്യം നേരെ പോവാത്തത്. അയ്യോ ചേട്ടാ, ഓടിക്കറിയാത്ത പയ്യനാണ്. ഈ വഴി കേട്ടോ. ഈ വഴി ഇനി നമുക്ക് 8 കിലോമീറ്റർ ഉണ്ട് ചെപ്പാറ എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. എൻ്റെ പൊന്നെ, ഇത് വേണമെങ്കിൽ ഈ സൈക്കിൾ ഓടിക്കുമ്പോഴേ ആക്ച്വലി ഈ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ HR ഒക്കെ ഇട്ടിട്ട് ഓടിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര രീതിയിൽ ആ ഓവർടേക്കിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നില്ല. ഓവർടേക്ക് ചെയ്ത് പോണ അവിടെയൊക്കെ നോർമലി MTVയിൽ നമ്മുടെ മാരിനിൽ ഓടിക്കണേക്കാട്ടും കൂടുതൽ ഹാർട്ട് റേറ്റ് ആവുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കത് അറിയാൻ പറ്റും, നമ്മുടെ ഹാർട്ടല്ലേ, നമ്മുടെ ഹാർട്ട് പിടയ്ക്കണത്
അറിയാൻ പറ്റില്ല. വെറുതെ അല്ലേ കഴിച്ചു, ഇത് ഒരു മാരക വണ്ടി. റോഡ് ബൈക്ക് റേസിന് ഇറങ്ങിയാണെന്ന് ഞാൻ ആലോചിക്കണേ. കാരണം വേറെ ഒന്നല്ല കേട്ടോ, ഇത്രയും കാലം ട്രാക്ടർ ഓടിച്ചിട്ടേ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ ഉള്ളൊരു ബൈക്ക് അല്ലെങ്കിൽ ഒരു വണ്ടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്മൂത്ത്നെസ്സും കയറുന്ന പവറും ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അതാണ് ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, റേസിന് പോയി നോക്കിയാലോ ഒന്ന് റോഡ് ബൈക്കിൻ്റെ. സീൻ പൂമല ഡാം ഈ വഴിയാണോ? അയ്യോ ഞാൻ മറന്നു കേട്ടോ ചേട്ടാ. ചെപ്പാറ പോണത് ഈ വഴിയാ? ഈ വഴിയാണ് കേട്ടോ. എനിക്ക് ആദ്യം റോഡ് ബൈക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, കാരണം ഈ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഓരോ സാധനങ്ങളും നമ്മുടെ മൈൻഡ് വേറെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങില്ലേ. ഒരു കാലം വരെ, ഒരു പ്രായം വരെ എനിക്ക് റോഡ് ബൈക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ, റോഡ് ബൈക്കാണ് ഇഷ്ടം, MTB ആണോ ഇഷ്ടം, ഏത് വണ്ടിയാണ്? ഹൈബ്രിഡ് ഞാൻ പറയില്ല, ഹൈബ്രിഡ് ഞാൻ എന്തായാലും പറയില്ല. MTB ഓർ റോഡ്, നമുക്കൊരു പോൾ നടത്താം കമൻറ്റ് ബോക്സിൽ. ആര് ജയിക്കും നോക്കാം. MTB ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ റോഡ് ബൈക്ക് ഇഷ്ടമുള്ളവർ, നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഹായ് ചെപ്പാറ വരണ്ട? വായോ, വണ്ടി നമ്മുടെ അല്ലടാ, അറിയില്ല, ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാ. എന്താ പേര് പറഞ്ഞു? ഏതാ? ലിവിൻ. സബ്സ്ക്രൈബർ. താങ്ക് യു. പോട്ടെ, ബൈ ബൈ ബൈ. ഇവിടെ നിന്നൊക്കെ തൊട്ട് ക്ലൈംബ് അല്ലേ? ആ, അപ്പോൾ ക്ലൈംബ് തുടങ്ങിട്ടാ. ഏതാ? ആടാ, ഓക്കെ. ആ ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്തു കേട്ടാ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് കോസ്മിക്കിൽ എപ്പോഴും ഇങ്ങോട്ട് റൈഡ് വരാം കേട്ടോ, ചെപ്പാറ. അപ്പോൾ മടുത്തിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് റൈഡ് വരാണ്ടായി. അപ്പോഴാണ് പുതിയ ബൈക്ക് കിട്ടിയത്, റോഡ് ബൈക്ക്. പണ്ട് ഇവിടെയൊക്കെ ചെറിയ ഷോർട്ട് വീഡിയോ കോസ്മിക്ക് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓർമ്മകൾ കഴിച്ച് നമ്മളിപ്പോൾ റോഡ് ബൈക്കിൽ എത്തി നിൽക്കുന്നു. ക്ലൈംബും കയറാൻ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ ഏറ്റവും ഇതിൽ ഇട്ടിട്ടുണ്ട്, ബാക്കിലൊന്നും ഫ്രണ്ടിലൊന്നും. വലിയ കുഴപ്പമില്ല, കൃത്യം പാകം ഈ ക്ലൈമ്പിന് ഉള്ള ഗിയർ റേഷ്യോ. മേലോട്ടും ഇല്ല താഴോട്ടും ഇല്ല. ഇനിയിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ എത്തിയിട്ട് നമുക്ക് ചെയ്യാട്ടാ. ഫുള്ള് കിതപ്പായിരിക്കും. ഇത് പൂമല ഡാമാണ് കേട്ടോ. ദൈവം, ഇവിടെ തിരക്കുണ്ട് കേട്ടോ. കാറിലൊക്കെ ആൾക്കാർ വന്നു തുടങ്ങി. എവിടേക്ക്? ഞാനിവിടേക്ക് വരുന്ന സമയത്ത് പട്ടിയും പൂച്ചയും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഡെവലപ്പ് ആവുന്നുണ്ട് കേട്ടോ സ്ഥലങ്ങൾ. ഞാൻ വരുമ്പോൾ കയറാം, വരുമ്പോൾ പൂമലയിൽ കയറാം കേട്ടോ. ഇപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് അങ്ങോട്ട് പോവാം, ചെപ്പാറ പോവാം. ഇത് എൻ്റെ മോനെ, എന്നെ കൈ നോക്കിയ എന്റെ പൊന്നെ. അയ്യോ, കയ്യ് ബ്രേക്കില്ലേ? എന്റെ മോനെ പൊളിച്ച്. ഇത് ഇത്ര പേര് ആൾക്കാർ ഇവിടെ. കുറച്ച് നാള്
ചെപ്പാറ വരാണ്ടായപ്പോഴേക്ക് ഇത്ര വരുന്ന ആൾക്കാരാ. എന്റെ മോനെ. ഓ, നമ്മൾ ഓരോ സ്ഥലത്ത് ഓഫ് റോഡ് ചെയ്യാൻ പോകാറില്ലേ സൈക്കിൾ കൊണ്ട്, ട്രയൽസ് അടിക്കാൻ പോകും. അപ്പോൾ നമ്മുടെ കൈ വൈബ്രേറ്റ് ചെയ്യും. അതുപോലെ കൈ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാ എൻ്റെ മോനെ സീൻ. ഇതിപ്പോൾ ഇവിടെ നിറച്ച് വണ്ടികളുണ്ട്, നല്ലോണം തിരക്കുണ്ട്. എന്താ തിരക്കെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഒരു സെക്യൂരിറ്റിനെ കാണേണ്ടതാണ്. ബീഗിളാണത്? ആ, എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു. എന്താ പേര്? ലക്കി. വീഡിയോയിൽ കാട്ടിയോട്ടെ ഗൈസ്. ഇവിടെ വേറൊരു ജൂണോന് പകരം പോച്ചു. എത്ര ആളായി? 3 മാസം. അച്ഛടാ നടക്കാൻ വന്നതാ? നടക്കാൻ വന്നടാ നീ? ഓ, ചില സമയത്ത് ജൂണോനെ മിസ് ചെയ്യില്ലേ, ചില സമയത്ത് പ്രാന്താവട്ടോ അതിനെ. ചേട്ടാ മേലെ എന്നിട്ട് പരിപാടി? ഷൂട്ടിംഗ് നടക്കണ്ടേ? സിനിമ ഷൂട്ടിങ്ങാ? നടന്മാരുണ്ടോ? മോഹൻലാലുണ്ട്, മമ്മൂട്ടി. ആ, ഷൂട്ടിങ് നടക്കുന്നുണ്ട്. മേലെ മമ്മൂട്ടി ഉണ്ട്. അലക്കാം. ഈ വഴിക്ക് എവിടെ? ഏതാ എളുപ്പം? ഇവിടെയാ? ശരി. ഓ, താങ്ക് യു. വാഹനൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് ഇതിനെ. 11.5 കിലോ വെയിറ്റ് വരുന്നത് ബൈക്കിൻ്റെ. കുറേ പേര് ബൈക്കിൻ്റെ വെയിറ്റ് എത്രയും ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അതാണ് വെയിറ്റ്. ഒറ്റ കൈ കൊണ്ടൊക്കെ കഴിച്ച് പൊക്കുന്നു. MTB ആണെങ്കിൽ 2 കുപ്പി വെള്ളം കുടിച്ചു കഴിഞ്ഞു ഇവിടെ. എന്താ റോഡ് ബൈക്കിൻ്റെ ഗുണം എന്നറിയോ? അടിപൊളി. നമുക്കിനി കുറച്ച് തള്ളിക്കയറ്റാം. ഓ, ഷോർട്ട് കട്ട് എടുക്കാട്ടോ. ശരിയാട്ടാ, അവിടെ ഇതുണ്ട്. ചവിട്ടണോ? ചവിട്ടിക്കോ. 2 റൗണ്ട് എടുക്കാൻ പാടുള്ളൂ. എൻ്റെ മോനെ കൊള്ളാട്ടോ. നൈസ്. അങ്ങോട്ടല്ല, അവിടെയാണ് ഷൂട്ടിങ് നടക്കണേ. ഓ, നടക്കണതും കൊണ്ട് അതാണ് വേറെ പ്രശ്നം. MTB ആണെങ്കിൽ എൻ്റെ പൊന്നെ, MTB ആണെങ്കിൽ ഒറ്റ വിടലിൽ അവിടെ എത്തായിരുന്നു. ഇതിപ്പോൾ അവിടെ വരെ നടക്കണം. കുഴപ്പമില്ല, നടക്കാം. ഗൈസ്, അവിടെ ശരിക്കും നല്ല വിളിച്ചിട്ട് ആ 2 ലൈറ്റുള്ളൂ. മറ്റേ സൺസെറ്റിനും സൺറൈസൊക്കെ ക്യാമറ വെച്ചിട്ട് എടുക്കാൻ പറ്റും, അതുപോലെ വെളിച്ചം. ഞാനിപ്പോൾ നേരെ തിരിച്ച് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കൊണ്ട് നടക്കണത് എളുപ്പമില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ടെറൈനിൽ കൂടെ നടന്നെനിക്ക് ശീലമില്ല. ഇത് കുലുങ്ങി നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. ഷൂട്ടിങ് നമ്മുടെ പണിയില്ലേ, പണിയുടെ ഷൂട്ടിങ് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ സമയത്ത് ഇവിടെ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അതിൽ ഒരു ഭാഗത്ത് എനിക്കൊന്ന് നോക്കണമെന്നുണ്ട് ഞാനതിലുണ്ടോയെന്ന്. ഞാൻ ആ സൈഡിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ATM കൗണ്ടറിലോ എവിടെയും അങ്ങോട്ട് വരുന്ന സമയത്ത് ഓടിപ്പോണ സൈഡിൽ ഞാൻ സൈഡിൽ കൂടെ ചാടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ അതിൽ അഭിനയിച്ച എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ജുനൈസും സാഗർ എന്നല്ലേ ഇപ്പോൾ ആളിനെയും പിന്നെ ജോർജിനെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ വേറെ ഏതോ ഷൂട്ടിങ്ങാണ്. നമുക്ക് ഇവിടുന്ന് നേരെ പോവാട്ടോ. Guys, sorry. Do not try this at home. ഹോമിലല്ല, സൈക്കിൾ ഓടിക്കുമ്പോൾ ലൈറ്റ് ഇല്ലാണ്ട് രാത്രി യാത്ര ചെയ്യരുത്. നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് പെട്ടതാണ്. കുറച്ച് ഇരുട്ടായി പോയി. എൻ്റെ മോനെ ഈ കട്ടയക്കോടെ ഓട്ടയിക്കണം. ഈശോ പാണ്ടി ലോറി. എൻ്റെ മോനെ കുറച്ചൊന്ന് ഇതായി പോയിട്ടെ. കുഴപ്പമില്ല, സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളു ഇവിടേക്ക്, നമ്മുടെ വീട്ടിലേക്ക്. ഞാൻ ഇത്ര ലേറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. ആ സിനിമ ഷൂട്ടിങ് കണ്ടിട്ട് ലേറ്റ് ആയിട്ടോ. ഞാൻ അങ്കമാല ആ ഒരു ചെപ്പാറ കയറാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെപ്പാറ പ്ലാനിലില്ലാത്തൊരു സംഭവമായിരുന്നു. ചെപ്പാറ കയറണത് കേട്ടോ. റോഡ് ബൈക്കിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ കുഴിയൊക്കെ കൈയൊക്കെ നല്ല പണിയാവും. കൈയൊക്കെ നല്ല ഇടിക്കുന്നുണ്ട്. വിയൂര് സബ്സ്റ്റേഷൻ
കേട്ടോ. ചേട്ടാ വളയില്ലേ വളയില്ലേ വളയില്ലേ. ഓക്കെ വളഞ്ഞില്ല. അയ്യോ ചേട്ടാ ഇൻഡിക്കേറ്റർ വളയില്ലേ. ഞാൻ കയറിക്കോട്ടെ. ആ കീയുടെ ക്യാരൻസ്. അയ്യോ ചേട്ടാ വളയില്ലേ വളയില്ലേ ചേട്ടാ വളയില്ലേ വളയില്ലേ. താങ്ക് യു. പൊളിച്ച്. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ കുറച്ച് തിരക്കുള്ള ജംഗ്ഷനാ. ടീക്കടേ. ഓ സൊമാറ്റോ ഡെലിവറിക്കാന്ന് ഓർമ്മ വരുന്നേ. ഇവിടെ എങ്ങനെ ടാക്കിൾ ചെയ്യാം? യെസ് ചേട്ടാ. മോനെ രസാട്ടോ. അതുപോലെ തന്നെ റിസ്ക്കും ഉണ്ട്. ബട്ട് ഇറ്റ് വാസ് ഫൺ ഗൈസ്. നമ്മളിപ്പോ ദേവമാതാ സ്കൂളൊക്കെ ഇല്ലേ, ദേവമാതയിൽ എത്തിയിട്ടാ. ഗിരിജ തിയേറ്റർ. അയ്യോ ചേട്ടാ നിൽക്കും. ഇതിൻ്റെ ഫ്ലോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് ചവിട്ടാൻ എളുപ്പമല്ല. ബ്രേക്ക് പിടിച്ചാൽ പിന്നെ വീണ്ടും ഈ ആരോഗ്യം എടുത്ത് ഫുള്ള് ചവിടണം. ആ ഒരു ഫ്ലോയിൽ പോയി കഴിഞ്ഞാൽ പൊളിക്കാം, നൈസായിരിക്കും. എന്തായാലും പൊളിച്ച് ഇനി റൗണ്ടിൽ കയറാം. റൗണ്ടിൽ കയറിയിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാണ്ടാ. നമ്മൾ വളഞ്ഞ വഴിയാണ് വന്നത് ഗൈസ്. വീട് അടുത്തായതുകൊണ്ട് കുറച്ചുകൂടി രാത്രി എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. ലൈറ്റ് ഇല്ല, എൻ്റെ മിസ്റ്റേക്കാണ്. ബട്ട് ഇറ്റ് വാസ് ഫൺ. താങ്ക് യു. വെള്ളം എടുക്കാൻ മറന്നു പോയിട്ടാ. നമ്മുടെ 2 ബൈക്ക് കൂടി ഇരിക്കുന്നുണ്ട്. അയ്യോ ഇതൊന്ന് ഗെയിംസ് പോലെ. ഓക്കെ 2 ബൈക്ക് കൂടി ഇരിക്കുന്നുണ്ട്. റോഡ് ബൈക്ക് കൂടി ഇരിക്കുന്നുണ്ട്. നമ്മുടെ MTV ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു കുപ്പി വെള്ളം ഇരിക്കുന്നുണ്ട്. നമ്മൾ ടോട്ടൽ എത്ര കിലോമീറ്റർ? എന്താടാ നിന്നെ പോലെ ഒരാളെ ഞാൻ കണ്ടു വഴിയിൽ. നിന്നെ പോലെ ഒരാളെ കണ്ടുന്ന്. നിന്നെ പോലെ ഒരാളെ കണ്ടു ഞാൻ. നിനക്ക് എൻ്റെ റൈഡ് വരായിരുന്നില്ലേ ജൂണോ? നിനക്ക് എൻ്റെ റൈഡ് വരുന്നില്ലേ? നിന്നെ റൈഡ് വരാണ്ടില്ലേ? നിനക്ക് വരാറില്ലേന്നു? എത്ര ദിവസമായി കണ്ടിട്ട്? ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ, എല്ലാം പറയടാ പട്ടി പറയടാ പട്ടി. രസം കേട്ടാ ഇതിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഇനി എത്ര കിലോമീറ്റർ ചവിട്ടി എന്നറിയണ്ട നിങ്ങൾക്ക്. ആക്ച്വലി നമ്മൾ ചവിട്ടിയത് ഒരു 5 മണിക്ക് ആയപ്പോഴാണ് കേട്ടോ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ 37 കിലോമീറ്റർ റൈഡ് ചെയ്തു കേട്ടോ. 1 മണിക്കൂറും 52 മിനിറ്റും റൈഡ് ചെയ്തു. 20 ആവറേജ് സ്പീഡ്. മാക്സിമം സ്പീഡ് 56. എൻ്റെ മോനെ 56 ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ. 56 മാക്സിമം സ്പീഡ് വരുന്നത് കേട്ടോ. പക്ഷേ എന്നാൽ ആക്യുറേറ്റ് ആയിരിക്കില്ല. എന്നാലും ഒരു 56 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ 56 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ് വരുന്നത്. മൂവിങ് ടൈം 1 മണിക്കൂർ 52, ഡിസ്റ്റൻസ് 37. കുറേ കാലമായി സ്ട്രാവ് ഉപയോഗിച്ചിട്ട്. ഇതാണ് എൻ്റെ സ്ട്രാവ് അക്കൗണ്ട് കേട്ടോ. ഞാൻ റൈഡ് വരണതൊക്കെ ഇതിലാണ് അപ്ഡേറ്റ് ചെയ്യാറ്. എൻ്റെ പ്രൊഫൈൽ ഞാൻ കാട്ടിത്തരാം കേട്ടോ. എൻ്റെ അക്കൗണ്ട് ഞാൻ കാട്ടിത്തരാം. ഇതാണ് എൻ്റെ പ്രൊഫൈൽ വരുന്നത് കേട്ടോ. നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ ഇതിലുണ്ട് കേട്ടോ. 3 ട്രിപ്പിൻ്റെയും. എൻ്റെ മോനെ ഞാനെന്തൊരു ചബ്ബിയാ നോക്കിയേ ഇതിൽ. ഇതെന്നത്തെയാ ജസ്റ്റ് നെയിം ആംറ്റോ റേസിന്, ഉന്നത റേസിന് കേട്ടോ. ഫുള്ള് നോക്കിയ സീൻ. 1448 സബ്സ്ക്രൈബർ ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ ഉണ്ട്. സോ ഇനിയിപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂളിലേക്ക് ഒന്നല്ല, നാളെ കാലത്ത് എണീറ്റിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. കുറേ പേര് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകണമെന്ന് പറയണ്ടായിരുന്നു. സോ ഇനി നാളെ കാണാം കേട്ടോ. വേർത്തൊരു പരുവായി. അതിനെന്ത് 2ാമത്തെ കുപ്പി 3.5 ലിറ്റർ വെള്ളം കുടിക്കണം ഒരു ദിവസം. അറിയോ നിനക്ക്? 3.5 to 4 ലിറ്റർ. ഇത് 750 ml 2ാമത്തെ കുപ്പിയാണ് കേട്ടോ ഇതെൻ്റെ. സോ നാളെ ഒന്ന് ഫ്രഷ് ആയിട്ട് നാളെ നമുക്ക് എങ്ങോട്ട് പോകണം? എവിടേക്ക്? സ്വിമ്മിംഗ് പൂളിലേക്കൊന്നും പോകണ്ട. കുറേ നാളെ അങ്ങോട്ട് പോയിട്ട് കുറേ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് വരുന്നുണ്ട് സ്വിമ്മിംഗ് പൂളിലൊന്ന് പോകാൻ പറഞ്ഞിട്ട്. സോ നേരെ നമുക്ക് നാളെ സ്വിമ്മിംഗ് പൂളിൽ പോകാം. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.
അപ്പം നാളെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാം. സ്വിമ്മിംഗ് പൂളിൽ വർക്ക് നടക്കുന്നതിനാൽ 21-ാം തീയതി മുതൽ 15 ദിവസത്തേക്ക് സ്വിമ്മിംഗ് പൂൾ മുടക്കായിരിക്കും. അടിപൊളി. ഞാൻ ഈ സാധനം കണ്ടില്ല, ഞാനിത് കാണാണ്ട വന്നേട്ടാ. വാട്സപ്പിൽ ഞാൻ കണ്ടില്ല, ഞാൻ നോക്കിയില്ലത്. ഞാൻ നോക്കിയിട്ട് വരാം അവിടെ. എന്തായാലും നോട്ടെ. ഡ്രസ് കോഡ് പാലിക്കണം, ഇതുണ്ട് കാര്യങ്ങളൊക്കെ. ഞാൻ പണ്ട് ആഴ്ചയിൽ 3 വീഡിയോ ഇടാൻ യൂട്യൂബിൽ തുടങ്ങിയ സമയം മുതൽ ഞാൻ ഒരു പണിയില്ലാണ്ട് ഡിപ്രഷൻ അടിച്ചിട്ട് ഈ പൂളിൽ വന്ന് കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് വലിയൊരു കഥയാണ് ഗൈസ്. സ്വിമ്മിങ് പൂൾ നീന്താൻ വരും കേട്ടോ. ഇവിടെ പഠിപ്പിക്കുന്ന ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയായിരുന്നു കൗണ്ടർ. എനിക്കൊരു സുഖമില്ലായ്മ തോന്നി ഇവിടെ. അപ്പോഴാണ് ഈ സാധനം അടച്ചിട്ടിരിക്കുന്നത് കണ്ടിരിക്കണേ കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻട്രി പാസ്? ഇത് ഇതിനിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ. ഇത് ഫുള്ള് അടച്ചിട്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ആരും 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ സാധനം വന്നാൽ മതി. ഗ്രൂപ്പുകളിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ അല്ലേ? നടന്നോ. ഞാൻ അറിയാണ്ട് വന്നുപോയി. അയ്യടാ, പക്ഷേ ഞാൻ ഫുള്ള് നീന്താന്നൊക്കെ വിചാരിച്ച് വന്നാട്ടാ. ഞാൻ മറന്നുപോയി. ഫുള്ള് റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ആരും എന്നെ പറ്റിച്ചാട്ടാ, പറഞ്ഞ് പറ്റിച്ചാ. സാധനം ഗ്രൂപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ, ഇവിടുത്തെ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. കണ്ടോ ഇവിടെ ഫുള്ള്. അവിടെ താഴ്ച കൂടുതലാണ്, ഇവിടെ താഴ്ച കുറവാണ്. അവിടെ നിന്ന് താഴ്ച ഫുള്ള് ടൈലടക്കം മാറ്റുന്നുണ്ട് കേട്ടോ. ശരി, ഒരു ടൈലിനൊക്കെ ഇങ്ങനെ ഒരു ആട്ടുണ്ടായിരുന്നു കേട്ടോ താഴെയൊക്കെ. 2 ആഴ്ച മണിയും ഇനി ഇവിടെ ഉണ്ടാവും. എന്നെ ആരും പറഞ്ഞു പറ്റിച്ചേട്ടാ. ആരും പറഞ്ഞു തുറന്നിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട് എന്നിട്ടാ. ഞാനതും പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. സീൻ കഴിച്ച് ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടാ. ഞാൻ മനസ്സിലൊരു കാര്യം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വന്നിട്ട് പിന്നെ അത് കിട്ടാണ്ട് നമ്മളൊരു വിഷമല്ലേ. എനിക്ക് വേറെ പൂളൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ എത്രയാണ്? 50 രൂപ, 100 രൂപയ്ക്ക് ആയിരുന്നു. എനിക്ക് ഓർമ്മയില്ല, വില എത്രയാണെന്ന് ഓർമ്മയില്ല. കുറച്ച് കാലമായി വന്നിട്ട്. അപ്പോൾ ബാക്കി കാലത്തൊക്കെ 500 രൂപ 600 രൂപയ്ക്ക് കേട്ടോ. കുറേ നല്ല എമൗണ്ട് വരുന്നുണ്ട്. തൃശ്ശൂർ വേറെ അതിന് അഫോർഡബിളായിട്ട് 1 മണിക്കൂറൊക്കെ മെമ്പർഷിപ്പ് ഇല്ലാണ്ട് 1 മണിക്കൂറെങ്ങാനും ഇത് ചെയ്യാൻ പറ്റും. പൂളിലൊക്കെ ഇറങ്ങി ഒന്ന് സ്ട്രെച്ച് ചെയ്യാനൊക്കെ പറ്റാൻ, ലൈക്ക് ഒന്ന് നീന്താനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇതെന്തായാലും ചീറ്റിപ്പോയി. ഇനി ഞാൻ പൂൾ അന്വേഷിച്ച് നടക്കില്ല. ഞാൻ പൂൾ അന്വേഷിച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂൾ അന്വേഷിച്ചിട്ട് നല്ല പൂൾ അവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചാണ് ഈ ഒരു പൂൾ കേട്ടോ. ഇതാണ് ഈ അടച്ചിട്ടിരിക്കുക. എന്തായാലും വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ എന്ന് വിചാരിച്ച് വന്നത്. വേറെ എന്ത് സാരില്ല. നാളെ 2 ആഴ്ച മണി കഴിഞ്ഞ്, ഇപ്പോൾ 1 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1 ആഴ്ച മണി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ പൂൾ എന്തായാലും വരും. സ്കൂളിൽ എന്തായാലും ഞാൻ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പൂളിൽ പോയെന്ന് പറഞ്ഞിട്ട്. കാര്യമില്ല, ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നത്, ഡ്രസ്സും നമ്മുടെ ക്യാമറയൊക്കെ കൊണ്ടുവന്നതാണ്. ക്യാമറ ഞാൻ കാട്ടിത്തരാം. കണ്ട ഫുള്ള് ഒരുങ്ങി വന്നതാണ്. ഇത് അണ്ടർ വാട്ടർ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഗോപ്രോ ഹീറോ 10 ബ്ലാക്ക്. നമ്മൾ ഇതിലാണ് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഈ സാധനത്തിലാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഞാൻ ഈ വാട്ടർ പ്രൂഫിൻ്റെ ടെലീസിൻ്റെ എന്തിൻ്റെ ബ്രാൻഡിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ട് ആക്ച്വലി ഞാൻ ഗോവയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഗോവയിൽ നിന്ന് വാങ്ങിയ സാധനമായിരുന്നു. ഗോവയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ ഗോവൻ സീരീസ് നമ്മൾ സൈക്കിളിൽ ഇവിടെ നിന്ന് പോയിട്ടാ ഇതൊക്കെ എടുത്തു വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞോണം എല്ലാം റെഡി ആയിട്ട് ഒരുങ്ങാണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഓപ്പൺ ആയിരിക്കും കേട്ടോ. ഒരുങ്ങാണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു സാധനം ഓപ്പൺ ആയിരിക്കില്ല. ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയി. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഫ്രീ ആവണം, ഏതായാലും ഒരു ദിവസം വന്നിട്ടൊന്ന് നീന്തി തുടിക്കണം ഗൈസ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. കിഡിലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. എല്ലാ ദിവസവും 6 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വ്ളോഗ് വരുന്നുണ്ട്. വലിയ അനൗൺസ്മെൻറ്റുകളൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നാളെ 6 മണിക്ക് കാണാം. ബൈ.